കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ മാസം ആചരിക്കുകയും പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ആ സ്നേഹത്തിലേക്ക് നമ്മളെല്ലാം ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്ന ഈ ധന്യ നിമിഷം, ഈ സുദിനത്തില് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന സ്നേഹത്തിൻ്റെയും കൃപയുടെയും ആത്മീയ ജീവിതത്തിൻ്റെയും ഫലങ്ങള് എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കാനും അമ്മ നമ്മുടെ ജീവിതത്തിലൂടെയൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തെ എത്രമാത്രം ധന്യമാകുവാൻ ഇടപെടുന്നു എന്നും തിരിച്ചറിയുവാനായിട്ട് ഈ ഒരു നിമിഷത്തെയും ഈ ദിവസത്തെയും നമുക്ക് നൽകുന്നതിന് അമ്മയോട് കൃതജ്ഞതയുള്ളവരായിരിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ ആത്മീയ ജീവിതത്തില് അമ്മയുടെ സാന്നിധ്യം എനിക്ക് എത്രമാത്രം അനുഗ്രഹമായി എന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ വളരെ സന്തോഷത്തോടെ ഈ നിമിഷത്തെ അനുസ്മരിക്കുകയും പങ്കുവയ്ക്കാൻ തരുന്ന ഈ നിമിഷത്തില് ആ ദൈവിക കൃപകളെ അനുസ്മരിച്ചുകൊണ്ട് നന്ദി പറയുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് എല്ലാവരെയും ചേർത്ത് വെച്ച് ഈശോ മിശിഹായിലുള്ള എല്ലാ സമാധാനവും എല്ലാവർക്കും ആശംസിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് എൻ്റെ ജീവിതത്തെ ആരംഭിച്ചപ്പോൾ ആ അമ്മയുടെ സ്നേഹത്തിൽ, അമ്മയുടെ മാതൃത്വത്തിന്റെ തണലിൽ ജീവിക്കാൻ ഞാൻ ഇടയായ എൻ്റെ ജീവിതങ്ങളെയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുക. ഞാനൊരു ധ്യാനത്തിലൂടെയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നത്. ഞാന് മരണാനന്തപരമായ ഒരു ജീവിത അവസ്ഥയിൽ എൻ്റെ ജീവിതമായപ്പോൾ, അതായത് തലച്ചോറിന്റെ പാടയ്ക്കകത്ത് വെള്ളം കെട്ടി ഡോക്ടർമാര് 3 വർഷത്തെ ആയുസ് മാത്രം പറഞ്ഞ സമയത്താണ് ഞാൻ ഏഴുമുട്ടം കാപ്പേളയിലേക്ക് 1988 ഒരു ധ്യാനത്തിന് കടന്നു ചെല്ലുക. അന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു സ്റ്റാച്ചു അവിടെ ഉണ്ടായിരുന്നു. ആ അമ്മയുടെ സ്റ്റാച്ചുവെ നോക്കി ഞാൻ അമ്മയോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ: അമ്മേ, എനിക്ക് നല്ലവനാകണം, അതാണ് എൻ്റെ ആഗ്രഹം. കാരണം എൻ്റെ ജീവിതങ്ങള് ഒരു ക്രിസ്ത്യാനി ആയിരുന്നാലും ദൈവസ്നേഹത്തിലോ ദൈവിക നന്മകളിലോ ദൈവിക വഴികളിലോ ആയിരുന്നില്ല. ദേവാലയത്തിലേക്ക് പോകാനോ ബലിയർപ്പിക്കാനോ ദൈവിക കാര്യങ്ങളിൽ ഇടപഴകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ല ജീവിതമായിരുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ കുടുംബ അന്തരീക്ഷവും അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു, അതുപോലെ ഒരു ചീട്ടുകളിക്കാരനായിരുന്നു. വീട്ടിലെ മുഴുവൻ സാധനങ്ങളും വിറ്റ്, സ്ഥലവും വിറ്റ് നശിപ്പിച്ചപ്പോൾ അവസാനം വീട്ടിൽ വിൽക്കാനുണ്ടായിരുന്ന ഒരു വസ്തു ഞാൻ മാത്രമായിരുന്നു. അതുകൊണ്ട് എൻ്റെ അപ്പൻ കുടിക്കാൻ വേണ്ടി 60 രൂപയ്ക്ക് കടയിൽ കൊണ്ടുപോയി എന്നെ വിറ്റേച്ച് കുടിച്ച ഒരു ജീവിതാനുഭവമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ അമ്മയ്ക്ക് ശപിക്കപ്പെട്ട മകനായിരുന്നു ഞാൻ. കാരണം അപ്പൻ മദ്യപാനം തുടങ്ങാൻ ഞാൻ ജനിച്ചതുകൊണ്ടാണ് എന്ന ഒരു അന്ധമായ വിശ്വാസം ആരിലൂടെയോ എൻ്റെ അമ്മയിൽ കടന്നു പിടിച്ചതുകൊണ്ട് അമ്മ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ ശപിക്കപ്പെട്ട മകനായി കണ്ടു. അതിനാൽ അമിതമായ ശിക്ഷണവും ശാപവാക്കുകളും കൊണ്ടായിരുന്നു കേട്ടുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരുന്നത് തന്നെ. അതുകൊണ്ട് മാതൃസ്നേഹവും പിതൃസ്നേഹവും എന്താണെന്ന് അറിയത്തില്ലാതെ, നന്മ എന്താണ് തിന്മ എന്തെന്ന് അറിയത്തില്ലാതെ ഒരു ജീവിതത്തിന്റെ നിസ്സഹായ അവസ്ഥയിലൂടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ജീവിതം. അങ്ങനെയാണ് രോഗം പിടിപെട്ട് ഞാൻ ധ്യാന സെന്ററിലേക്ക് എത്തുക. അവിടുന്ന് പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടി അമ്മയോട് പറഞ്ഞു, എനിക്ക് നല്ലവനാകണം എന്ന് പറഞ്ഞ നിമിഷം തന്നെ എൻ്റെ ജീവിതത്തിലേക്ക്, ആ നിമിഷം തന്നെ മാറാൻ, എൻ്റെ ജീവിതത്തിന് മാറ്റം വരാൻ തുടങ്ങി. ആ ധ്യാനത്തിലൂടെ ഞാൻ പരിപൂർണമായി സൗഖ്യപ്പെടുകയും എൻ്റെ പിതാവിന്റെ മദ്യപാനം എന്നേക്കുമായി പരിപൂർണമായി നീക്കപ്പെടുകയും ചെയ്തു. എൻ്റെ നല്ല ജീവിതം മാത്രമല്ല, എനിക്കൊരു നന്മയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം കൂടി പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെടുകയാണ്. അതിലൂടെ തന്നെ പാപബോധവും പശ്ചാത്താപവും ഉണ്ടായി എൻ്റെ ഈശോയെ അറിയാനും ഈശോയെ അനുഭവിക്കാനും ഞാൻ അതുവഴി ഇടയായി. എൻ്റെ കരങ്ങളിൽ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് എൻ്റെ ജീവിതത്തെ പണിതുയർത്താൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസം വരികയും ജീവിതത്തിന് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. കൂദാശകളിൽ ഉള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ
സുവിശേഷത്തോട് അനുരൂപമായ ബന്ധങ്ങളും എനിക്കുണ്ടാകുക മാത്രമല്ല, ഈശോയെ കൂടുതൽ അറിയാനും അനുഭവിക്കാനും ഈശോയുടെ സ്നേഹത്തിലേക്ക് വരാനും ദൈവ അനുഭവത്തിന്റെ ആഴമായ വിശ്വാസ ബോധ്യങ്ങളിലൂടെ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇടയായി. സഹോദരങ്ങളെ, അങ്ങനെ എൻ്റെ ജീവിതം ധ്യാനത്തിലൂടെ ധന്യമായി. ജപമാല കയ്യിലേന്തി പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള എൻ്റെ ജീവിതങ്ങൾ ആരംഭിച്ചപ്പോൾ എൻ്റെ ആത്മീയ ജീവിതം പുഷ്പിക്കുകയും ഈശോയുടെ സ്നേഹത്തിലും ഈശോയുടെ സ്നേഹ അനുഭവത്തിലും നിറഞ്ഞ് ജീവിക്കാൻ എനിക്ക് സാധ്യമാവുകയും ചെയ്തു. എൻ്റെ ജീവിതങ്ങൾ എന്തായിത്തീരും, എങ്ങനെയാകണം എന്നത് ഞാൻ വളരെയധികം ചിന്തിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ഇപ്രകാരം എനിക്കൊരു സന്ദേശം നൽകി. ഞാൻ എൻ്റെ ജീവിതത്തെ ഒരു നാസീവ്രതമായി ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു കുടുംബ ജീവിതം എന്നത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു അവസരത്തിലാണ് പരിശുദ്ധ അമ്മ ഒരു കുടുംബ ജീവിതത്തെ കുറിച്ച് എനിക്ക് കാണിച്ചു തരികയും അങ്ങനെ ഒരു വിളിയിലേക്ക് എന്നെ നയിക്കുകയും ചെയ്തു. അത് ഇപ്രകാരമാണ്. ഞാൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ മുമ്പിൽ വരികയും ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു വാഴത്തോട്ടം എന്ന് പറഞ്ഞാൽ തീയിൽ കത്തി ജ്വലിച്ച് നശിച്ചു കിടക്കുന്ന ഒരു വാഴത്തോട്ടം കാണിച്ച് അതിലൊരു വാഴയുടെ മുകളിൽ പരിശുദ്ധ അമ്മ ജലമൊഴിച്ചുകൊണ്ട് നിൽക്കുകയും ഞാൻ കടന്നു ചെല്ലുകയും അമ്മയുമായിട്ടുള്ള ഒരു സംഭാഷണം നടത്തുകയുണ്ടായി. അതായത് ഇത് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നും ഇത് നഷ്ടപ്പെടുത്തിയത് ആരാണെന്നുമുള്ള എൻ്റെ ചോദ്യം, ഇത് വെട്ടിക്കളഞ്ഞ് വേറൊരു വാഴ വയ്ക്കുകയോ അല്ലെങ്കിൽ വെട്ടിക്കളയുന്നതിൽ നിന്ന് ഒരു വിത്ത് മുളയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു നാമ്പെടുക്കുകയോ ചെയ്യുമെന്നൊക്കെ ഞാൻ പരിശുദ്ധ അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മകനെ, ഞാൻ ഇങ്ങനെ ഒരു ജലം ഒഴിക്കും, പ്രാർത്ഥനയുടെ ജലമാണത്. അത് ഒരു നാമ്പുണ്ടായി അതിന് വലിയൊരു വാഴയുണ്ടാകും, ആ വാഴയിലൂടെ നല്ലൊരു കൊലയുണ്ടാകും, അതിന് 5 വിത്തും ഉണ്ടാകും, അത് അനേകം പേർക്ക് മധുരം പകരും എന്നൊക്കെ പരിശുദ്ധ അമ്മ പറഞ്ഞപ്പോൾ എനിക്കൊരു തമാശയായിട്ട് തോന്നി. ഞാൻ പറഞ്ഞു, അത് ചുമ്മാ ചിന്തിക്കാവുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കടന്നു പോകുമ്പോ പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, മകനെ, ഈ വാഴ ഏതാണെന്ന് നിനക്കറിയാമോ? ആ വാഴ നീയാണ്. സഹോദരങ്ങളെ, ആ നിമിഷം തന്നെ എൻ്റെ ജീവിതത്തില് ഉണ്ടായ ഒരനുഭവം, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തരാത്ത മുഴുവൻ സ്നേഹവും നിറയുന്ന ഒരവസ്ഥയായിരുന്നു. ആ മാതൃത്വത്തിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് എൻ്റെ അമ്മയിലൂടെയും എൻ്റെ പിതാവിലൂടെയും എനിക്ക് കിട്ടാത്ത മുഴുവൻ സ്നേഹം അനുഭവിച്ച് ഞാൻ ആ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയായി. എൻ്റെ ജീവിതത്തിന്റെ ഗതികൾ മാറാൻ ഇടയായി. അങ്ങനെ ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും ഇനി ഞാൻ എന്തായി തീരണമെന്നും എന്ന ഒരു കാഴ്ചപ്പാട് പരിശുദ്ധ അമ്മയിലൂടെ ഉണ്ടായി. അമ്മ അവിടെയാണ് എനിക്കൊരു വലിയൊരു സന്ദേശം കൂടി നൽകിയത്. സഭ എന്താണെന്നും പൗരോഹിത്യം എന്താണെന്നും സന്യാസം എന്താണെന്നും എന്നെ പറഞ്ഞു പഠിപ്പിച്ചതും സഭയെയും സന്യാസത്തെയും പൗരോഹിത്യവും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ, ആത്മീയത മുന്നോട്ട് കൊണ്ടു നടക്കാൻ എന്നെ പ്രാപ്തമാക്കിയതും പരിശുദ്ധ അമ്മയാണ്. അങ്ങനെ എൻ്റെ ജീവിതങ്ങള് മുന്നോട്ട് നയിക്കപ്പെടുന്ന ഒരു നിമിഷങ്ങളിലാണ് ഞാന് കുരിശുമല ആശ്രമം എന്ന ഒരു സ്ഥലത്തേക്ക്, അതായത് വാഗമണ്ണിൽ കുരിശുമല ആശ്രമം എന്ന സ്ഥലത്തേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി. പ്രാർത്ഥനയ്ക്കായി കടന്നു പോകുമ്പോൾ അവിടെ ചെന്ന് ഒരു 3 മാസക്കാലം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവിടെ ഒരു കുരിശുമലയുണ്ട്. ആ മല കയറാനായി ഞാൻ കടന്നുപോയപ്പോൾ ഞാനും എൻ്റെ കൂടെ അവിടെയുള്ള ഒരു ബ്രദറും ഉണ്ടായിരുന്നു, ജോൺ എന്ന് പറയും. ഞങ്ങൾ രണ്ടുപേരും മല കയറി തിരിച്ചിറങ്ങാൻ നേരത്ത് പോകുമ്പോൾ ജോൺ പറഞ്ഞു, ബ്രദറെ, നമുക്ക് ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിനെ പിടിച്ചു നിൽക്കാത്ത അനേക തിന്മകളാണ് വഴി സൈഡിൽ കാണുക. അതുകൊണ്ട് നമുക്ക് ആ വഴിയിലൂടെ പോകണ്ട, മറു സൈഡിലൂടെ കടന്നു പോകാം എന്ന് പറഞ്ഞ് മലയുടെ മറുചെരുവിലൂടെ ഞങ്ങൾ കടന്നു. ആരും നടക്കാത്ത വഴി, വരാത്ത വഴിയാണ്. കല്ലുമുള്ളു പോലത്തെ മുൾച്ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വഴി, കല്ലിച്ചാടി വേണം ഞങ്ങൾ പോകാൻ. അങ്ങനെ മലയുടെ പകുതിയോളം ഞങ്ങൾ ഇറങ്ങി. പക്ഷെ പിന്നീട് താഴോട്ട് ഇറങ്ങത്തില്ല. കാരണം മുഴുവൻ കുത്തുപാറ, അതിനകത്ത് പായല് പിടിച്ച് തെറ്റിക്കിടക്കുന്ന സ്ഥലം. മുകളിലേക്ക് കയറണമെങ്കിൽ ഒത്തിരി പ്രയാസമാണ്, കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അന്നേരം തന്നെ രണ്ടുപേരും ഒരു തെരുവക്കുറ്റി ചവിട്ടിച്ചായിച്ച് അതിന് മുകളിൽ മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ലുത്തീനിയ കഴിഞ്ഞ നിമിഷം 2 യുവാക്കൾ ഈ പാറയെ കൂടി കയറി വരുന്നത് കണ്ടു. ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പാദം ചവിട്ടി താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ അവരുടെ പാദം ചവിട്ടി ഏകദേശം 1200 അടി താഴ്ചയുള്ള ആ ചെരുവിലൂടെ ഞങ്ങൾ താഴെ ഇറങ്ങാൻ ഇടയായി. അത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ നമുക്ക് തന്ന വലിയൊരു സഹായം എന്ന് പറഞ്ഞാൽ അമ്മയോടുള്ള സ്നേഹവും വിശ്വാസവും
ആ പ്രാർത്ഥനയും വളരാൻ എനിക്ക് അതിടയായി. രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ അസീസി ആശ്രമത്തിൽ പൗരോഹിത്യ സ്വീകരണത്തിന് വേണ്ടിയിട്ട് പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചു. അങ്ങനെ പോകാൻ നേരത്ത് അവിടുന്ന് ആറമണ്ടച്ചൻ എന്ന് പറഞ്ഞ എന്റെ ആത്മീയ പിതാവ് എന്നെ വിളിച്ചു അസീസി ആശ്രമത്തിലേക്ക് ചെല്ലുവാനായിട്ട്. അങ്ങനെ ഞാൻ അസീസി ആശ്രമത്തിലേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു എവിടെയും പോകണ്ട, നേരെ അങ്ങോട്ട് പോകണമെന്ന്. ഞാൻ ആ വഴി പെങ്ങളുടെ അടുത്തേക്ക് പോയി ശകലം സാമ്പത്തിക സഹായം ചോദിക്കാനായിട്ട് പോയി. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു സന്ദേശം ഉണ്ടായിരുന്നു, പോകരുത്, നിന്റെ ബസ് പോകുമെന്ന്. പക്ഷെ ഞാനത് കേൾക്കാതെ അനുസരിക്കാതെ ഞാൻ പോവുകയും തുടർന്ന് എനിക്ക് എന്റെ പെങ്ങളുടെ വീട്ടിൽ ചെന്ന് എനിക്ക് പൈസ ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി. എന്റെ നാവിനകത്ത് മുഴുവൻ തീ എന്ന് പറഞ്ഞതുപോലെ ഭയങ്കര ചൂടായിരുന്നു. അതിന് ചോദിക്കാതെ തിരിച്ച് ഞാൻ താമസിക്കുന്ന ചെറുപുഴ എന്ന സ്ഥലത്ത് ആ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോ ഞാൻ പോകേണ്ട ബസ് പോയി. പിന്നീട് പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ബസ്സുള്ളൂ. അന്നൊരു മലയോര മേഖലയാണ്. മലയോര മേഖല ഒരു 5 മണി കഴിഞ്ഞ ബസ്സില്ല. രാവിലെ പിന്നെ 8 മണിക്കേ ഉള്ളൂ. ഞാൻ വന്നപ്പോൾ 5:30 കഴിഞ്ഞു തിരിച്ചെത്തിയപ്പോൾ. പക്ഷെ ഞാൻ ജപമാല ചൊല്ലി രാത്രി 12 മണി വരെ ആ ടൗണിൽ കൂടെ കാണും. കാരണം എനിക്ക് പോയേ പറ്റൂ. എന്റെ ആഗ്രഹം അതായിരുന്നു. 12 മണി ആയപ്പോൾ ഒരു സാധ്യതയും ഇല്ലാത്ത ഇടത്ത് ഒരു വാഹനം വരികയും ആ വാഹനത്തിൽ കയറി എനിക്ക് പയ്യന്നൂര് വരെ എത്താനും അവിടെ നിന്ന് തുടർന്ന് സഞ്ചരിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായത്താലും തുണയാലും എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് സമയത്ത് തന്നെ എത്താൻ എനിക്കിടയായി. അങ്ങനെ അസീസി ആശ്രമത്തിലെത്തി. അവിടെ ആ പിതാവിന്റെ വാത്സല്യമുള്ള സ്നേഹത്തിൽ ഒരു ആത്മീയ വളർച്ച പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ എനിക്ക് ഉണ്ടാകാൻ ഇടയായി എന്നതാണ്. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും മാറി ഏത് സഹനങ്ങളെ ഏറ്റെടുത്ത് ഈശോയുടെ കൂടെ കടന്നു പോകുവാൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിത ചരിത്രം എനിക്ക് പഠിക്കുവാനും ആ ജീവിത ചരിത്രത്തിലൂടെ എന്റെ ജീവിതത്തിന്റെ മറ്റൊരു വഴികളെ ഞാൻ തിരഞ്ഞെടുക്കുവാൻ ഇടയായി. ഭിക്ഷാടനം, സുവിശേഷ പ്രഘോഷണം എന്ന ദൗത്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഏറ്റവും സാധുക്കളായ ദരിദ്രരായ മക്കളുടെ ഇടയിലേക്ക് ഭിക്ഷയാചിക്കുന്ന എന്റെ സഹോദരൻ ഇടയിലേക്ക് അവരോടുകൂടെ പോയി ഇരുന്ന് അവരോർക്ക് സുവിശേഷം കൊടുത്ത് അവരോടുള്ള ഭക്ഷണം കഴിച്ച് കടന്നു പോകുന്ന ഒരു ജീവിതം എനിക്കുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതങ്ങൾ മറ്റൊരു ദർശനത്തിലേക്ക് നയിക്കുക. കുടുംബ ജീവിതത്തിലൂടെ അനേക കുടുംബങ്ങളെ രൂപപ്പെടുത്തുക, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക, അത് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന അതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ 5 വിത്തുണ്ടാകും എന്ന് പറയുമ്പോൾ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ 10 മക്കളെയെങ്കിലും തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് കുടുംബ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരാൻ ഇടയായത്. അങ്ങനെ കുടുംബ ജീവിതത്തിലൂടെ സ്നേഹം എന്തെന്നറിയാത്ത, സ്നേഹം പങ്കുവയ്ക്കാൻ, സ്നേഹം കൊടുക്കാൻ അറിയാത്ത എൻ്റെ ജീവിതത്തില് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് എൻ്റെ കുടുംബ ജീവിതത്തില് സ്നേഹത്തിന്റെ തലങ്ങളിലൂടെ എൻ്റെ കുടുംബത്തെ നയിക്കുവാൻ, ആ കുടുംബത്തിൽ ദൈവസ്നേഹത്തിന്റെ അനുഭവം പങ്കുവയ്ക്കുവാൻ പരിശുദ്ധ അമ്മ നിരന്തരം എൻ്റെ കുടുംബത്തിൽ സഹവസിക്കുന്ന അനുഭവങ്ങളും അടയാളങ്ങളും എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കും ഉണ്ടാകാൻ ഇടയായി. അങ്ങനെ ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ചു. സഹോദരങ്ങളെ, ഒരു കുഞ്ഞു പോലും ഉണ്ടാകുകയില്ല എന്നായിരുന്നു ഡോക്ടർമാർ വിധി എഴുതിയത്. ആ ഡോക്ടർമാർ വിധി എഴുതി, അതായത് പറഞ്ഞാൽ ആദ്യത്തെ കുഞ്ഞ് 1.5 മാസമായപ്പോൾ അബോർഷനായി പോവുകയും പിന്നീട് ഒരു കുട്ടി ഉണ്ടാകാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ ഗർഭപാത്രത്തിന് സാധ്യമല്ലെന്നും അത് ചെറുതാണെന്നും കട്ടിയില്ല എന്നുമായിരുന്നു ഡോക്ടർമാർ വിധി പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ കുട്ടി ഉണ്ടാവുകയും തുടർന്ന് എൻ്റെ ജീവിത പങ്കാളിയുടെ ഇടത് സൈഡ് കംപ്ലീറ്റ് തളർന്നു പോവുകയും ചെയ്തു. ഏകദേശം 2 വർഷക്കാലം ഞങ്ങൾ ആയുർവേദ ചികിത്സ നടത്തി. എന്നിട്ടും സുഖപ്പെടാതിരുന്നപ്പോൾ തഞ്ചാവൂർ എന്ന സ്ഥലത്ത് ഒരു കൊച്ചിനെ പരിശുദ്ധ അമ്മ ഉയർപ്പിക്കുകയും ആ കൊച്ചിനെ മാമോദിസ നൽകുവാനായിട്ട് ഡോക്ടർ തമ്പുരാജനെ ഏൽപ്പിക്കുകയും ആ വൈദികന്റെ കരങ്ങളിലൂടെ മാമോദിസ കൊടുത്ത സമയത്ത് ദേവദൂതന്മാർ സ്വർഗത്തിൽ നിന്നും ആ കുഞ്ഞിനെ കിടത്താൻ പൂക്കൾ കൊണ്ടു കൊടുത്തു എന്ന് പറയപ്പെട്ട് അവിടെ കുറെ പൂക്കൾ അങ്ങനെ നിരന്തരം അതിനോട് ചേർത്ത് വെച്ച് വരുന്നവർക്കെല്ലാം കൊടുക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ പോകാനും ആ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലുള്ള ആ പൂക്കൾ സ്വീകരിക്കാനും അത് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരല്ലി പൂവിട്ട് എൻ്റെ ജീവിത പങ്കാളിക്കും തൊട്ടടുത്ത ഒരു ഹൈന്ദവ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ ചെവി ചെറുപ്പത്തിലെ കേൾവി നഷ്ടപ്പെട്ടതായിരുന്നു. ആ മകൾക്കും ഈ വെള്ളം കൊടുത്തപ്പോൾ ആ മകളുടെ ചെവി തുറക്കുകയും എൻ്റെ ജീവിത പങ്കാളിയുടെ തളർവാദത്തിന്റെ അവസ്ഥയിൽ നിന്നും മോചനം നേടുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സ്നേഹം, കരുതല് എൻ്റെ കുടുംബത്തില്, ഞങ്ങളുടെ ജീവിതത്തില് അനുഭവിക്കാൻ ഇടയായി. തുടർന്ന് അമ്മയുടെ ആ സന്ദേശമനുസരിച്ച്, വാഗ്ദാനം അനുസരിച്ച്
തുടർന്ന് 4 മക്കളും കൂടി ദൈവം തന്ന് 5 മക്കളെ തന്ന് കർത്താവ് അനുഗ്രഹിച്ചു. 4 മക്കളെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറഞ്ഞ് എന്റെ ജീവിത പങ്കാളിക്ക് ആരോഗ്യമില്ല, ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്, കാരണം ഒത്തിരി രോഗാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 4 മക്കളെ പറഞ്ഞ് വലിയ ഓപ്പറേഷൻ നിർത്തുകയും ചെയ്തതാണ്. എന്നാൽ നിർത്തിയതിനു ശേഷമാണ് എനിക്ക് 5ാമത്തെ കുഞ്ഞുണ്ടാവുക. അങ്ങനെ അമ്മയുടെ സന്ദേശത്തെ എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് 5 വിത്തുകൾ 5 മക്കളെ തന്ന് കർത്താവ് അനുഗ്രഹിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളില്, നമ്മുടെ വേദനകളില്, നമ്മുടെ പ്രയാസങ്ങളില് എങ്ങനെയൊക്കെയാണ് ഇടപഴകുക, എങ്ങനെയാണ് തന്റെ സാന്നിധ്യം കൊണ്ടും തന്റെ കൃപ കൊണ്ടും യേശുക്രിസ്തുവിലും നമ്മുടെ ജീവിതത്തിന്റെ സത്യത്തിലൂടെ വഴികളിലൂടെ നടക്കാൻ നമുക്ക് പ്രാപ്തമാവുകയും ചെയ്യുക എന്നതായിരുന്നു എന്റെ ജീവിതത്തിൽ ഉടനീളം അനുദിന ജീവിതത്തിലൂടെ അനുഭവിക്കാനിടയായത്. അങ്ങനെ ഒരു ദിവസം ഹൈറേഞ്ചില് എനിക്കൊരു വല്യമ്മയുണ്ട്. ആ വല്യമ്മ ഇതുപോലെ രോഗാവസ്ഥയിൽ കടന്നപ്പോൾ ആ വല്യമ്മയെ കാണാനായിട്ട് പോകുന്നു. അപ്പം അമ്മാവൻ ഇങ്ങനെ കത്തയച്ചു, 32 ദിവസമായി അമ്മ കിടക്കുന്നു, 1/2 ഗ്ലാസ് കഞ്ഞോളം മാത്രമാണ് കുടിക്കുക, നിന്നെ കാണണമെന്ന് പലപ്പോഴും പറയുന്നു. ഇത് 4ാമത്തെ കത്താണ് അയക്കുന്നത്, നീ ഇനി വരുമ്പോ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, ഇത് ലാസ്റ്റ് കത്തായിരിക്കുമെന്ന്. ഇത് എന്റെ കൈ കിട്ടുമ്പോൾ എനിക്കൊരൊറ്റ ആഗ്രഹമേ പരിശുദ്ധ അമ്മയോട് പറഞ്ഞുള്ളൂ. ഞാൻ, അമ്മേ, 1 വാ ചോറെങ്കിലും എന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ നീ എനിക്ക് അവസരം തരണം, അതിന് ഈശോയിൽ നിന്നും കൃപ മേടിച്ചു തരണം. ഞാൻ ചെറുപുഴ മുതൽ കട്ടപ്പന വരെ വണ്ടിയിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ജപമാല കയ്യിൽ നിന്ന് താക്കാതെ ഈ ജപമാല ചൊല്ലിക്കൊണ്ട് ഞാൻ എന്റെ യാത്ര തുടർന്നു. അങ്ങനെ ഇരട്ടയാർ എന്ന സ്ഥലത്ത് വീട്ടിലെത്തി. ഞാൻ ചെന്നപാട് തന്നെ അമ്മയുടെ അടുത്ത് ചെന്നിരുന്നു. അമ്മ ആംഗ്യം കാണിച്ചു, സംസാരിക്കത്തില്ല, ആംഗ്യം കാണിച്ചു പോയി ഭക്ഷണം കഴിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാനല്ല, അമ്മയോട് കൂടെ കഴിക്കാനാണ് വന്നത്. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ കടന്നു വന്നത് അമ്മയോടുകൂടെ ഈ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാ വന്നതെന്ന് പറഞ്ഞു. അമ്മയുടെ ചേച്ചിമാരെല്ലാം പറഞ്ഞു, ഇപ്പം മോൻ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കും, അത് തന്നെ കാണാം, ഞങ്ങൾ ഈ 10-30 ദിവസമായി ഞങ്ങൾ ഇത് പരിശ്രമിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, ഞാൻ അടുക്കളയിൽ പോയി നല്ല ഉണക്കപ്പ വേവിച്ചതുണ്ടായിരുന്നു. വെന്തളിഞ്ഞു നോക്കി എടുത്ത് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു. 4 വാ കപ്പയും 1/2 ഗ്ലാസ് പാലും കാപ്പിയും കൊടുക്കാൻ എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായത്തോടെ സാധിച്ചു. അത് മാത്രമല്ല, 3ാം ദിവസം അമ്മ എഴുന്നേറ്റിരുന്നു. 5ാം ദിവസം അമ്മ മുറ്റത്തൂടെ നടന്നു. 7ാം ദിവസം അമ്മയെ ദേവാലയത്തിൽ കൊണ്ടുപോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും കുമ്പസാരിക്കുവാനും അങ്ങനെ ജീവിതത്തിന്റെ നല്ല ഒരു ഒരുക്കത്തിലേക്ക് അമ്മയെ കൊണ്ടുപോകാനും സാധിച്ചു. തുടർന്ന് അമ്മ 1 മാസം 5 ദിവസം 35 ദിവസം അമ്മ ജീവനോടെ ഇരുന്ന് സന്തോഷത്തോടെ മക്കളോടുകൂടെ ഇരുന്ന് വിശുദ്ധ കൂദാശകളൊക്കെ സന്തോഷം സ്വീകരിച്ച് ഈശോയോട് കൂടെ ഒരു നല്ല മരണത്തിന് കടന്നു പോകാൻ ഇടയായി എന്നുള്ളതാണ്. അപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായത്തോടെ, അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായത്തോടെ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്നെ സ്നേഹിച്ച് പരിപാലിച്ച ആ വല്യമ്മയുടെ അടുത്ത് നിന്ന് 1 വാ ചോറ് കൊടുക്കുക എന്നതിന് പകരം തുടർന്ന് 30 ദിവസത്തോളം അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട്, അമ്മയെ പരിചരിക്കുവാനായിട്ട്, ആരോഗ്യവതിയായി കാണുവാനായിട്ട്, ഒരു നല്ല മരണം അമ്മയ്ക്ക് നേടിക്കൊടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ തുണയായി, സഹായമായി. അതെന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ, എന്റെ വിശ്വാസത്തിന്റെ തന്നെയല്ല, പരിശുദ്ധ അമ്മയോട് സ്നേഹത്തിനും എന്റെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്കും ഏറ്റവും വലിയ ഉതകുന്ന ഒന്നായി മാറുകയും ചെയ്തു. അങ്ങനെ ഓരോ നിമിഷവും പരിശുദ്ധ അമ്മയിലൂടെ എന്റെ ജീവിതത്തെ ധന്യമാക്കുവാനായിട്ട്, കൃപ നിറഞ്ഞതാക്കുവാനായിട്ട് ഇടയായി. അതുപോലെ തന്നെ ചമ്പക്കുളം എന്ന ദേശത്ത് എന്റെ ശരീരത്തിനൊരു തളർച്ച വന്നപ്പോൾ ഞാൻ ചമ്പക്കുളം എന്നൊരു ദേശത്ത് തിരുമാൻ പോവുകയും, എന്റെ അളിയന്റെ വീട്ടിലായിരുന്നു. അപ്പൊ അവിടെ വൈദ്യൻ വന്ന് വീട്ടിൽ വന്ന് താമസിച്ച് എന്നെ തിരുമി. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഈ ദേശത്തൂടെ തിരുമ്പ് കഴിഞ്ഞപാട് എന്നോട് പറയും, ഈ ദേശത്തൂടെ ജപമാല ചൊല്ലി നടക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ദേശത്തൂടെ തിരുമ്പ് കഴിയുമ്പോൾ കായലോരത്തിലൂടെ ഓരോ വീടിന്റെ സമീപത്തിലൂടെ ജപമാല ചൊല്ലി നടക്കുവാൻ ഇടയായി. അങ്ങനെ ഓരോ വീടും ദൈവാനുഗ്രഹത്തിൽ നിറയാനും ആ ഇടവകയിൽ വലിയൊരു കൂട്ടായ്മ രൂപപ്പെടുത്താനും ഇടയായി. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യത്തില് അവിടെ ഒരു കൂട്ടായ്മ നടന്ന് അമ്മയോട് നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആ അമ്മയുടെ സ്നേഹത്തോടു കൂടെ ചേർന്നുകൊണ്ട് പങ്കുവെക്കപ്പെടുന്ന ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു. അങ്ങനെ
ഞങ്ങൾ അനേക ജീവിതങ്ങള്, അനേക വ്യക്തികളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട്, തകർന്ന ജീവിതങ്ങള് പരിശുദ്ധ അമ്മയോടുകൂടെ രൂപപ്പെടുത്തുവാനായിട്ട് ഇടയാവുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലൂടെ സുവിശേഷത്തിന്റെ സാക്ഷ്യത്തിന് എത്രമാത്രം എന്നെ വളർത്തുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ ഉളവാകുവാൻ, ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുവാൻ അമ്മ എനിക്ക് വലിയ ഒരു തുണയും സഹായവും കൃപയുമായി തീർന്നു എന്നുള്ളതാണ്. ആ പരിശുദ്ധാത്മാവിന്റെ കൃപ എന്റെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട്, അനേക ജീവിതത്തെ അല്ലെങ്കിൽ ആ ജീവിത അവസ്ഥകളെ കണ്ടുമുട്ടുവാനായിട്ട്, ആ ദൈവസ്നേഹത്തിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ഈ മാതൃസ്നേഹം എനിക്ക് അനുഗ്രഹമായി, തുണയായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തില് ഇന്ന് ഞാനിപ്പോഴായിരിക്കുന്നത്, നിങ്ങളൊക്കെ എന്നെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ ആരോഗ്യപരമായി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഇരിക്കുന്നത് നടുവിന് 2 കമ്പി വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതുപോലെ സ്ക്രൂ ഇട്ട് പിടിപ്പിച്ചാണ്. ഒരു ആക്സിഡന്റിലൂടെ എൻ്റെ നട്ടെല്ല് മുഴുവൻ തകർന്നു പോയതാണ്. എന്നാൽ എനിക്ക് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ എൻ്റെ അരയിൽ നിന്ന് താഴോട്ട് കംപ്ലീറ്റ് തളർന്നു പോയി എഴുന്നേൽക്കാൻ പറ്റാതെ ജീവച്ഛവമായി കിടക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഞാൻ ഈ ജപമാല കയ്യിലേന്തി ആ കിടപ്പിൽ തന്നെ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ എന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ എന്റെ കാലുകളിൽ പിടിച്ച് മടക്കി വലിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാവുകയും, എന്റെ കാലുകൾക്ക് ചലനം ഉണ്ടാവുകയും, തുടർന്ന് ഓപ്പറേഷനിലൂടെ നട്ടലിൽ കമ്പി വെച്ചിട്ടാണെങ്കിലും ഇന്ന് ലോകം മുഴുവനും ഓടി നടക്കുവാൻ, സുവിശേഷത്തിന്റെ സാക്ഷ്യമാകുവാൻ എനിക്കിട വന്നത് പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹവും സാന്നിധ്യവും കൊണ്ടാണ്. ഒരു കാരണവശാലും ഡോക്ടർമാർ പറഞ്ഞത് ഈ ഓപ്പറേഷനിൽ പോലും രക്ഷപ്പെടുത്താൻ പറ്റുകയില്ല എന്ന് പറഞ്ഞെടുത്താണ് നട്ടല് കംപ്ലീറ്റ് തകർന്നു പോയ എന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ എനിക്ക് തുണയായിക്കൊണ്ട്, എനിക്ക് ശക്തിയായിക്കൊണ്ട് എന്റെ ജീവിതത്തെ വീണ്ടും പടുത്തുയർത്തുവാൻ, അനുഗ്രഹപ്പെടുവാൻ ഇടയായി എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കുന്ന ജീവിതങ്ങൾ, പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തോട് ചേർത്ത് വെച്ച് ജീവിക്കുന്ന ജീവിതങ്ങൾ ഭൂമിയിൽ എത്രമാത്രം അനുഗ്രഹമാണെന്നും സമ്പന്നമാണെന്നും അതെന്റെ ജീവിതത്തിലൂടെ അനുഭവിക്കുകയായിരുന്നു. ഞാനതാണ് നിങ്ങളോട് പങ്കുവയ്ക്കുക. ഏതൊരു വ്യക്തിയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തോട് ചേർത്ത് വെച്ച് ജപമാല കൈലേന്തി നടക്കുന്ന നിമിഷം സാത്താന്റെ കുടില തന്ത്രങ്ങളെയും അവന്റെ ആധിപത്യങ്ങളെയും അവൻ തരുന്ന എല്ലാ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ മാത്രമല്ല, നമ്മുടെ ആത്മീയ ജീവിതം എത്രമാത്രം പുഷ്ടിപ്പെടണോ, ദൈവകൃപയിൽ എത്രമാത്രം ഒരു കുടുംബം വളരണോ, ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതം നയിക്കണോ, അത് നമുക്ക് മറ്റാരുടെയും സഹായമല്ല, പരിശുദ്ധ അമ്മയാണ് അതിന് നമുക്ക് ആവശ്യമായ സഹായവും തുണയും തരിക. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിച്ച് നടക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അതിനേക്കാൾ വലിയൊരു പവർ, അതിനേക്കാൾ വലിയൊരു ശക്തി നമ്മുടെ ജീവിതത്തിൽ കിട്ടാനില്ല. ഓരോ വ്യക്തിയും നമ്മൾ ജപമാല കയ്യിൽ എന്നുമ്പോൾ അവർ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നടക്കുന്ന ഒരു അനുഭവമായിരിക്കും, ഒരവസ്ഥയായിരിക്കും. ഒരു കുഞ്ഞിന്റെ കരങ്ങളിൽ പരിശുദ്ധ അമ്മ പിടിച്ചു നടക്കുന്ന അതേ അനുഭവത്തിൽ ഈ ലോകത്തിലൂടെ നടന്നുകൊണ്ട് നമ്മൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗീയ കൃപ ലഭിക്കുവാനായി, ആ സ്വർഗീയ പ്രാപ്തി സ്വീകരിക്കുവാനായി നമുക്കിടയാകുന്നത് പരിശുദ്ധ അമ്മയിലൂടെയുള്ള ജീവിതത്തിലൂടെയാണ്. അതിലൂടെയാണ് നമ്മൾ ഈശോയെ അനുഭവിച്ചറിയുക. ഓരോ വ്യക്തിയും ജപമാല ചൊല്ലുമ്പോൾ ഈശോയെ കണ്ടുമുട്ടുകയാണ്, ഈശോയെ അറിയുകയാണ്, ഈശോയെ അനുഭവിക്കുകയാണ്, ഈശോയുടെ സ്നേഹത്തിലേക്ക് ആഴപ്പെടുകയാണ്. അങ്ങനെ ആ ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മയുടെ കൃപയിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങള് പരിശുദ്ധ അമ്മയോടുകൂടെ രൂപപ്പെടാനും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് നടക്കുവാനും ഈ കാലഘട്ടത്തിൽ ജപമാല കയ്യിലേന്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ജീവിക്കുവാനും ഇടയാകട്ടെ. അങ്ങനെ എല്ലാവരും ഈ ദൈവിക കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും യോഗ്യമാകട്ടെ. ദൈവത്തിന്റെ കൃപ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ടും ദൈവത്തിന്റെ എല്ലാ സമാധാനവും സന്തോഷവും എല്ലാ ജീവിതങ്ങളിലും ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ വിമല ഹൃദയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ.